6 ദശലക്ഷം ജൂതന്മാരെ നാസികൾ കൊലപ്പെടുത്തിയതിനെ ഓർമ്മിക്കുന്നതിനും വിദ്വേഷത്തിനെതിരെ പോരാടുന്നതിനുമുള്ള പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണ കൊറിയ രാജ്യത്തെ ആദ്യ ഹോളോകോസ്റ്റ് മ്യൂസിയം തുറന്നു. കൊറിയ ഇസ്രായേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തര ദക്ഷിണ കൊറിയൻ അതിർത്തിക്കടുത്തുള്ള പാലുവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വർഷങ്ങളുടെ പ്രവർത്തനത്തിനും ഗവേഷണത്തിനും ശേഷം നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ ഹോളോകോസ്റ്റിനെയും ജൂതജനതയെയും ഇസ്രായേൽ രാഷ്ട്രത്തെയും കുറിച്ചുള്ള ഒരു അതുല്യമായ പ്രദർശനം ഉൾപ്പെടുന്നുവെന്ന് KIBI പറയുന്നു. വിദ്യാഭ്യാസത്തിനും ധാർമ്മിക പ്രതിഫലനത്തിനുമുള്ള ഒരിടമായി മ്യൂസിയം വർത്തിക്കുമെന്ന് KIBI അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ചരിത്രപരമായ ഓർമ്മകൾക്ക് വിദ്വേഷവും അക്രമവും എങ്ങനെ തടയാനാകുമെന്ന് സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നു. കിഴക്കൻ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഹോളോകോസ്റ്റ് ഓർമ്മ മ്യൂസിയങ്ങളോ സംഭവങ്ങളോ സാധാരണമല്ല. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന യഹൂദ വിരുദ്ധതയ്ക്കിടയിൽ ഹോളോകോസ്റ്റിന്റെ ഭീകരതകൾ കൊറിയൻ സമൂഹത്തിൽ പങ്കുവയ്ക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ KIBIയും ദക്ഷിണ കൊറിയൻ ജനതയും നടത്തിയ വളരെ പ്രധാനപ്പെട്ട നീക്കമാണിത്. ഒരു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അയൽ രാജ്യമായ ഉത്തര കൊറിയയിലും കിഴക്കൻ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും നിരവധി ക്രിസ്ത്യാനികൾ തുടർച്ചയായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഹോളോകോസ്റ്റ് മ്യൂസിയം തുറക്കുന്നത് ഈ പ്രദേശങ്ങളിലെ പീഡനവും മതസ്വാതന്ത്ര്യ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുന്നത് തുടരുമെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രതീക്ഷിക്കുന്നു. ഒക്ടോബർ 7 ശേഷം ഇസ്രായേലിനോടും ജൂതജനതയോടും ഇവിടെ കൊറിയയിൽ പോലും വിദ്വേഷത്തിൽ ഞെട്ടിപ്പിക്കുന്ന വർധനവ് ഞങ്ങൾ കണ്ടു. KIBI സമൂഹത്തിലെ നേതാവും മ്യൂസിയത്തിന് പിന്നിലെ പ്രേരക ശക്തിയുമായ പ്രൊഫസർ സോങ് മാൻ സിയോക് പറയുന്നു, ഇത് ഞങ്ങൾക്കൊരു ഉണർവ് സന്ദേശമായിരുന്നു. ജൂതജനതയെക്കുറിച്ചും ഹോളോകോസ്റ്റിനെക്കുറിച്ചും വംശഹത്യയുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചും ഞങ്ങൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം. അതേസമയം ജൂതജനതയ്ക്ക് ഐക്യദാർഢ്യത്തിന്റെയും പിന്തുണയുടെയും വ്യക്തമായ സന്ദേശം അയക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. 1962 മുതൽ ഇസ്രായേൽ ദക്ഷിണ കൊറിയയുമായി നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുകയും ശക്തമായ വ്യാപാര ബന്ധം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതചരിത്ര സംസ്കാരവും ചില സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതോടൊപ്പം രാജ്യത്തെ പൗരന്മാർ ജൂതരുടെ അക്കാദമിക മികവും സംരംഭകവുമായ വിജയത്തെ പരസ്യമായി പ്രശംസിച്ചിട്ടുണ്ട്.